പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. الحمد لله الذي وهب لي على كبر إسماعيل وإسحاق إن ربي لسميع الدعاء. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെടുന്ന ആരാധനകർമ്മമായിട്ടുള്ള ഹജ്ജിൽ നമുക്കൊരിക്കലും ഹാജറ ബീവിയെ കൊണ്ടുള്ള സ്മരണ കൊണ്ടല്ലാതെ നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ചരിത്രത്തിലെ കറുത്ത അടിമ സ്ത്രീയായിട്ടുള്ള ഹാജറ ബീവി പിന്നീട് അങ്ങോട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവുമായിട്ട് ഏറ്റവും ഉന്നതമായിട്ട് പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ആ ഹാജറ ബീവിയെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലൂടെ നമുക്ക് ആ ഒരു കഥ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ സ്വന്തം മകനായിട്ടുള്ള ഇസ്മായിലിനെയും ഭാര്യ ഹാജറയെയും വിട്ടേച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ ഒരു സമയത്ത് ഹാജറ ബിവി ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുകയാണ്, ഐന തദ്ഹബ് ഫഖാലത് യാ ഇബ്രാഹിം ഐന തദ്ഹബ്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് എന്ന് പോകുന്ന സമയത്ത് ഒന്നും മുറിയാടാതെ പിന്നോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുക ചെയ്യാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഹാജറ ബിവി വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഫഖാലത്ത് ലഹു, അവർ വീണ്ടും ചോദിക്കണം, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഇത് ഇപ്രകാരം ചെയ്യാൻ അള്ളാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ എന്ന് ഇബ്രാഹിം നബി മറുപടി കൊടുക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ ഊർജത്തോട് കൂടിയിട്ട് ഹാജറ ബീവി പറയുകയാണ്, ഇതല്ല യുദ്ധയ്യോന, എത്ര മനോഹരമായിട്ടാണ്, എങ്കിൽ അള്ളാഹു നമ്മെ സംരക്ഷിച്ചു കൊള്ളും, അവൻ നമ്മെ നോക്കിക്കൊള്ളും, അള്ളാഹു നോക്കുന്നവരെ അള്ളാഹു ഞങ്ങളെ കരുതിക്കൊള്ളും എന്നെല്ലാം ഹാജറ ബീവി പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സഅയിലും അതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് ഹാജറ ഇസ്മായിൽ ചരിത്രങ്ങൾ. അതുപോലെ തന്നെ പിന്നീട് മകനെ അറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യവുമായിട്ട് ഹാജറ ബീവിയുടെ അടുത്ത് വരുന്ന സമയത്ത് ആ മകൻ പിതാവിനോട് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ, എങ്കിൽ എന്നെ അറുത്തോളൂ എന്ന് പറഞ്ഞ് പിതാവിനോട് അനുസരണ കാണിക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്രകാരത്തിലുള്ള ഒരു മകനായിക്കൊണ്ട് ഇസ്മായിൽ നബീനെ വളർത്തിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചതായിട്ട് നമുക്ക് സ്വന്തം മാതാവായിട്ടുള്ള ഹാജറ ബീവിയെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെയും വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിനുള്ള തവക്കുലിൻ്റെയും ഊർജ്ജത്തെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ തന്നെ ബലിയെറുക്കാൻ പോലും തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ അപ്രകാരത്തിലുള്ളൊരു മകനായിക്കൊണ്ട് അവരെ വളർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതും ഹാജറ ബീവിയാണ്. ഞാൻ മുമ്പ് ഓതി വെച്ച വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സ്തുതിക്കുന്നുണ്ട്, എനിക്ക് മകനായി ഇസ്മായിലിനെയും അതുപോലെ ഇസ്ഹാക്കിനെയും എൻ്റെ വാർദ്ധക്യ കാലത്ത് നൽകി അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബി ലസമീഉ ദുആ, തീർച്ചയായും എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന് പറയുന്നു. വളരെ മനോഹരമായിട്ട് വിശ്വാസത്തിന്റെ ഊർജ്ജം തവക്കുലിലുള്ള അള്ളാഹുള്ള അങ്ങേയറ്റ ബരമേൽപ്പിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് ഹാജറ ബീവിയെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവരുടെ ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ കൊണ്ട് സാധിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.